അപ്പോൾ ഇവിടെ പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന സമയം 7 മണി കഴിഞ്ഞ് 28:57 സമയം പറയാൻ മറന്നുപോയി. നേരത്തെ പറഞ്ഞു വന്ന ആ വാർത്ത, CSR ഫണ്ടിന്റെ മറവിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ സീഡ് സൊസൈറ്റിക്കെതിരെയും അനന്തകൃഷ്ണനെതിരെയും പരാതി നൽകാൻ ഗുണഭോക്താക്കൾ CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി എത്തുമ്പോൾ പരാതി നൽകാനാണ് തീരുമാനം. 350 പരാതികളിൽ 12 കേസുകളാണ് നിലവിൽ ഇടുക്കി ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എൻ്റെ കടയുടെ മേളിലാണ് ഇവരുടെ ഓഫീസ് ഇരിക്കണത്. അപ്പോൾ ആൾക്കാരൊക്കെ വന്നിങ്ങനെ പൈസ അടയ്ക്കണം, ഫണ്ട് കിട്ടണമെന്നൊക്കെ അറിഞ്ഞപ്പം ആദ്യത്തെ ട്രിപ്പ് ഞാൻ കൊടുത്തില്ല, രണ്ടാമത്തെ ഗഡുവിൽ ഞാനും ഇങ്ങനെ അപേക്ഷിച്ചിരുന്നു. അത് ഇത്ര നാളായപ്പോൾ ഉടനെ കിട്ടും എന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ തട്ടിപ്പാണെന്ന് ഇപ്പോൾ ഞാനും അറിയണത്. ഈ സീഡിൻ്റെ വണ്ടി പൈസ വണ്ടിയിൽ പറഞ്ഞ് അപേക്ഷ തുടങ്ങി 20-ാം തീയതി അപേക്ഷിക്കാൻ പറഞ്ഞു. 25-ാം തീയതി അപേക്ഷിച്ചു, പൈസ അടച്ചു, ബാങ്ക് മുഖാന്തരം പൈസ അടച്ചു. ഞങ്ങൾക്ക് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല. മഞ്ജു എന്ന് പറഞ്ഞൊരു കോർഡിനേറ്ററാണ് അവരോട് പറഞ്ഞു. ഞങ്ങൾക്ക് 2 വീലർ തന്നെ അടച്ചതാണ്. ഒരു കോർഡിനേറ്റർ മഞ്ജു ഷാൻ എന്ന് പറഞ്ഞു കോർഡിനേറ്റർ വഴിയാണ്. ഒന്നും പറയുന്നില്ല. ഇപ്പം ഞങ്ങൾ കേസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. ചോദിച്ചവർക്ക് തരുന്ന പറഞ്ഞത്, ഇതുവരെ തന്നില്ല. എപ്പോൾ ചോദിച്ചാലും നിങ്ങൾ പേടിക്കണ്ട, കിട്ടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നിലവിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് തീരുമാനിച്ച് പരാതി കൊടുക്കാനാണ് തീരുമാനിച്ചേക്കണത്. മറ്റേ സീഡ് സൊസൈറ്റിയുടെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു പ്രതികരണം ഞങ്ങൾക്കില്ല. മറ്റേ പിന്നെ ഫണ്ട് അയച്ചാൽ ഞങ്ങൾ റീഫണ്ടിന് കൊടുത്ത ആൾക്കാരുണ്ട്, അല്ലാതെ വണ്ടിക്കും കോംപ്ലൈൻസിനൊക്കെ പൈസ കൊടുത്തവരുണ്ട്. പക്ഷെ അവർക്കൊന്നും അറിയില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഹോം അപ്ലയൻസസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മേളിലുണ്ട് ആകെ. ഇപ്പോൾ ഇതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇപ്പോൾ 2-3 വർഷമായി മെമ്പർഷിപ്പ് എടുത്തിട്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് തയ്യൽ മെഷീൻ കിട്ടിയിട്ടുണ്ട്, പല സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ വിശ്വസിച്ചതുകൊണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങൾ. രാഹുൽ, തട്ടിപ്പാറ് നടന്ന സ്ഥിരം എന്താണ് ഈ പറയുന്ന സ്ട്രാറ്റജി മോഡസ് ഓപ്പറാണ്ട് തന്നെയാണ് ആനന്ദുവിൻ്റെയും ഓപ്പറാണ്ട്. പക്ഷേ അതിൽ അയാൾ കാണിച്ചത് അയാളുടെ തട്ടിപ്പിൽ വളരെ വിദഗ്ധമായി ആ നാട്ടിലെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ, പ്രധാനപ്പെട്ട പൊതുമുഖങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, അങ്ങനെ അയാളുടെ തട്ടിപ്പിന് വേണ്ടി എല്ലാവരെയും വിശ്വസിച്ച് ഇയാളൊരു ശൃംഖല ഉണ്ടാക്കി. ഈ പാവങ്ങൾ എത്ര പേർ ഇയാൾ തട്ടിപ്പോകാനാണെന്ന് അറിയുമോ എന്നറിയില്ല. അപ്പോൾ ഇവിടുത്തെ പരാതിയുടെ വിശദാംശങ്ങൾ എന്താണ്? എന്തായാലും അവിടെ കൂടുതൽ കേസുകൾ വരില്ലേ? അത്രയും പരാതികളുണ്ടല്ലോ അവിടെ, രാഹുൽ. അശ്മി, ഉറപ്പായിട്ടും കൂടുതൽ കേസുകൾ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പരാതി കൊടുക്കാൻ നിൽക്കുന്ന ആളുകൾ വരെ നമ്മളോട് വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കോളപ്രയിലാണ് അനന്തകൃഷ്ണന്റെ നാട്. സ്വന്തം നാട്ടിൽ ഏകദേശം 40 പേരെ അനന്തകൃഷ്ണൻ പറ്റിച്ചിട്ടുണ്ട്. അത് തന്നെ കോടികൾ വരും. എന്തായാലും അവരുൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട്. കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ 40 പരാതികൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നിലവിൽ 350 പരാതികളാണ് പോലീസിൽ എത്തിയിരിക്കുന്നത്. അതിൽ കൂടുതലും മാസ് പെറ്റീഷനുകളാണ്. അതിൽ 12 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു കേസ് 2019 ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി മേടിച്ച കാശുമായി ബന്ധപ്പെട്ടുള്ളൊരു കേസ് കൂടിയാണ്. അങ്ങനെയാണ് ഈ 12 കേസുകൾ നിലവിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ 350 പരാതികളിൽ കൂടുതലും മാസ് പെറ്റീഷനുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ പരാതിക്കാർ 1000 കടന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി. എന്തായാലും പോലീസിൽ പരാതി കൊടുക്കുമ്പോൾ പെട്ടെന്ന് നടപടി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തേക്കാം എന്നുള്ളതാണ് തീരുമാനം. നേരത്തെ ഈ ബ്ലോക്ക് കോർഡിനേറ്റർമാരെ വിളിച്ചാൽ ഫോൺ എടുക്കുമായിരുന്നു, അവർ സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ പലരെയും വിളിച്ചാൽ കിട്ടില്ല. പലരും നാടുവിട്ട അവസ്ഥയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് തൊടുപുഴയിൽ CPM-ന്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തുന്നുണ്ട്. ആ ഘട്ടത്തിൽ ആളുകൾ ചേർന്ന് നേരിട്ട് പരാതി കൊടുക്കാനുള്ളൊരു തീരുമാനമാണ്. ഈ അനന്തകൃഷ്ണനെതിരെയും അനന്തകുമാറിനെതിരെയും പരാതി കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ബ്ലോക്ക് കോർഡിനേറ്റർമാർക്കെതിരായിട്ട് പരാതി കൊടുക്കണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം അവരെടുത്തിട്ടില്ല. കാരണം ഈ വഞ്ചിതരായവരെ പോലെ തന്നെ ബ്ലോക്ക് കോർഡിനേറ്റർമാരും വഞ്ചിതരായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ പരാതി കൊടുക്കണോ എന്നുള്ളൊരു സംശയം ഈ പണം നഷ്ടപ്പെട്ട ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം സ്കൂട്ടർ മാത്രമല്ല, ഈ സാധാരണക്കാരായ ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് ഗൃഹോപകരണങ്ങളുണ്ട്, അതുപോലെ തന്നെയും കാർഷിക ഉൽപ്പന്നങ്ങളുണ്ട്. ഇതുൾപ്പെടെ പകുതി വിലയ്ക്ക് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഇവർ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ച് 1 ലക്ഷത്തിലധികം രൂപ കൊടുത്തവരാണ്. ബാക്കി ചിലർക്ക് 65,000 രൂപയൊക്കെയാണ് പലർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇടുക്കിയിൽ കൂടുതൽ ആളുകൾക്കും 1 ലക്ഷത്തിന് മുകളിൽ തുക നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഹാഷ്മി. ഓക്കെ, രാഹുൽ വിജയനാണ് അവിടുത്തെ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ നൽകിയത്.